ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി സുസ്മിതയോട് ചോദിക്കുക, നീ എന്താടി എന്നെ കുറിച്ച് കരുതിയത്? നീ മനസ്സിൽ കാണുമ്പോൾ 2 ദിവസം മുമ്പേ ഞാനൊന്ന് മാനത്ത് കാണുന്നവളാ. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, പോലീസുകാരെ കൊണ്ട് അവരുടെ കാറ് തടഞ്ഞു നിർത്തിയതും ഒരു പോലീസുകാരിയെ കൊണ്ട് അവിടെ മൊബൈൽ എടുത്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതും എല്ലാം ശാലിനി സുസ്മിതയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സുസ്മിത അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശാലിനി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ദേഷ്യത്തോടെ സുസ്മിത പറയുക, നീ വിജയിച്ചെന്ന് കരുതി സന്തോഷിക്കണ്ട, ഇത് സുസ്മിതയാണ്. ഇനി നിനക്കുള്ള അടുത്ത പണി എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തന്നിരിക്കും എന്നൊക്കെ സുസ്മിത അവിടെ നിന്നുകൊണ്ട് പറയുവാണ്. എന്റെ കർണത്ത് കിട്ടിയ ഈ അടിയുണ്ടല്ലോ, ഇതിന്റെ ഇരട്ടിയായിട്ട് സത്യാമയെ കൊണ്ട് നിന്റെ കർണത്തിൽ ഞാൻ അടുപ്പിച്ചിരിക്കും. നീ നോവിച്ച് വിട്ട് നല്ല ഉഗ്രം വിഷമുള്ള പാമ്പിനെയാണെന്ന് ഓർത്തോണ്. നീ പാമ്പോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സർപ്പക്കാവിൽ പോയി 100 പാലം നടത്തിയാൽ മതിയല്ലോ. അതിന് നിന്നെ സർപ്പമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. വെറും നീർക്കോലി, അതായത് കടിച്ചാൽ പോലും വിഷമില്ലാത്ത വെറും നീർക്കോലി. അങ്ങനെ മാത്രമേ എനിക്ക് നിന്നെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് ശാലിനി കളിയാക്കി സുസ്മിത പറയുവാണ്. ഇതൊക്കെ കേട്ടിട്ട് സുസ്മിത പറയുക, നീർക്കോലിയാണോ ഉഗ്ര വിഷമുള്ള പാമ്പാണോ എന്നൊക്കെ ഞാൻ പിന്നെ നിനക്ക് കാണിച്ചു തരാവടി എന്നും പറഞ്ഞ് ദേഷിച്ച് പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് വീണ്ടും നിന്ന് ആലോചിക്കുക, ഇവർക്ക് എന്താണ് അടുത്ത പണി കൊടുക്കേണ്ടത്. ദേഷിച്ച് പല്ലും കടിച്ച് സുസ്മിത അങ്ങ് പോവുകയാണ് കേട്ടോ. സുസ്മിത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അവിടെ വലിയ ആഘോഷവും സന്തോഷവും പൊട്ടിച്ചിരിയൊക്കെ ആയിട്ട് നിന്ന ഫംഗ്ഷൻ ആയിരുന്നല്ലോ സുസ്മിത വന്ന് അലങ്കോലപ്പെടുത്തിയത്. പെട്ടെന്ന് സത്യാമ്മ പറയുന്നുണ്ട്, ആ നശിച്ചവള് വന്ന് ഈ ഫംഗ്ഷൻ എല്ലാം അങ്ങ് നശിപ്പിച്ചു കളഞ്ഞ്. എങ്കിലും സാരമില്ല, നമ്മളെല്ലാവരും വീണ്ടും ചിരിച്ച് സന്തോഷത്തോടെ തന്നെ നമുക്കിത് ആഘോഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തന്നെ രാഘവേട്ടൻ പറയുന്നു, എന്നാലിനി താമസിക്കേണ്ട ഭാമേ, കേക്ക് കട്ടിങ് അങ്ങ് നടക്കട്ടെ. സത്യാമ്മ ഉടനെ ശ്യാമയും രോഹിത്തിനെയും വിളിച്ച്, ഇനി നിങ്ങൾ ചേർന്ന് നിന്ന് 2 പേരും കൂടെ ആ കേക്കൊന്ന് കട്ട് ചെയ്തേ. അപ്പോൾ രോഹിത്തും ശ്യാമയും സന്തോഷത്തോടെ വന്ന കേക്ക് കട്ടിങ് നടത്തുവാണ്. രോഹിത്ത് ഒരു പ്രസംഗം പോലൊക്കെ പറയുന്നുണ്ട്, ഇതുപോലെ അടുത്ത വർഷവും വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം എന്നൊക്കെ അങ്ങോട്ട് സന്തോഷത്തോടെ പറയുവാണ്. അങ്ങനെ ശ്യാമയും രോഹിത്തും ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് സത്യാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ആദ്യം എന്ന് പറ. അതുപോലെ തന്നെ ശ്യാമയും രോഹിത്തും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കേക്ക് കട്ട് ചെയ്ത് സത്യാമ്മയ്ക്കും രാഘവേട്ടനും ശാരദാമ്മയ്ക്കും ശാലിനിക്കും എല്ലാം അവിടെ നിൽക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട് ശാലിനിയെ. ശാലിനിയുടെ മുഖത്തൊരല്പം പോലും സന്തോഷമില്ല. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളിനെ പോലെയാണ് ശാലിനി നിൽക്കുന്നത്. എന്തൊക്കെയോ ശാലിനി മറയ്ക്കുന്നുണ്ട്. എന്തോ വലിയൊരു ടെൻഷൻ ശാലിനി അനുഭവിക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചിന്തിച്ച് ശാലിനിയെ നോക്കുന്നുണ്ട്. അതിനുശേഷം സത്യാമ്മ പറയുന്നത്, ഒരു മുഖ്യമായ ചടങ്ങ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ സുസ്മിത വന്ന് ഇതെല്ലാം നശിപ്പിച്ചത്. ആ ചടങ്ങിനി ആദ്യം മുതൽ പറഞ്ഞു തന്നെ അങ്ങ് തുടങ്ങട്ടെ എന്നും പറഞ്ഞ് വീണ്ടും സത്യാമ്മ പറയുവാണ്. ഞാൻ രാഘവേട്ടൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വന്നപ്പോൾ രാഘവേട്ടൻ്റെ അമ്മ നിധി പോലെ സൂക്ഷിക്കാൻ വേണ്ടി തന്നതാണ് എൻ്റെ കയ്യിൽ ഈ താക്കോല്. ഇത് ഞാൻ എൻ്റെ മൂത്ത മരുമകളായ ശാലിനിക്ക് കൈമാറുകയാണ്. ശാലിനിയാണ് ഈ വീടിനി ഭരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് ശാലിനിയുടെ കയ്യിലോട്ട് ആ താക്കോല് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ശാരദാമ്മ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുകളിലോട്ട്, ഭഗവാനെ എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്, ഒരിക്കലും നടക്കത്തില്ലെന്നൊക്കെ വിചാരിച്ച കാര്യങ്ങളാണ് ശാരദാമ്മയുടെ മുന്നിൽ നടക്കുന്നത്. സത്യാമ്മ ഒരിക്കലും ശാലിനിയെ മരുമകളായി അംഗീകരിക്കത്തുമില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കത്തതുമില്ലെന്ന് ശാരദാമ്മയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ സത്യാമ്മയിലുണ്ടായ ഈ മാറ്റം ശാരദാമ്മ ഇവരിൽ നിന്ന് കാണുകയാണ്. സത്യാമ്മ ആ താക്കോല് ശാലിനിയുടെ കൈ കൊടുക്കുമ്പോൾ, മോളെ, ഞാൻ വളരെ സന്തോഷത്തോടെ ആഗ്രഹത്തോടെയാണ് നിന്റെ കയ്യിൽ ഈ താക്കോല് തരുന്നത്. മോളിത് ഭദ്രമായിട്ട് സൂക്ഷിക്കണം. നീയാണ് ഇനി വീട് ഭരിക്കേണ്ടത്. എന്നെപ്പോലെ നീയും ഇതെല്ലാം ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടാണ് ആ താക്കോല് ശാലിനിയുടെ കൈ കൊടുക്കുമ്പോഴും ശാലിനിയുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. വിഷ്ണു അപ്പോഴും നോക്കുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടല്ലോ ശാലിനിക്ക് എന്നിങ്ങനെ വിഷ്ണു വിചാരിക്കുന്നുണ്ട്. ശാലിനി ആ താക്കോൽ ഇങ്ങനെ കയ്യിൽ വാങ്ങി വെച്ചോണ്ട് ഒരു നിമിഷം ഇങ്ങനെ മൗനമായിട്ട് നിൽക്കുന്നുണ്ട്. ആ കണ്ണുകളെല്ലാം ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ട് സത്യാമ്മയെ വിളിക്കുവാണ്. സത്യാമ്മേ എന്ന് വിളിച്ചിട്ട് സത്യാമ്മയുടെ കയ്യിലോട്ട് താക്കോല് തിരിച്ചു കൊടുക്കുവാണ്. അവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ അമ്പരന്ന് നോക്കുക, എന്തായി സംഭവിക്കുന്നത്? സത്യാമ്മ ഇത്രയും മാറി നല്ല സ്വഭാവത്തോടെ ശാലിനിക്ക് ഈ താക്കോലൊക്കെ കൊടുത്തപ്പോൾ ശാലിനി ആ താക്കോൽ എന്താ തിരിച്ചു കൊടുക്കുന്നത്? ശാരദാമ്മയും അത് കണ്ടങ്ങ് ഞെട്ടി നിൽക്കുവാണ്. ഇവളെന്തോ ഈ കാണിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ശാലിനി സത്യാമ്മയോട് പറയുവാണ്, സത്യാമ്മേ, എനിക്ക് ഈ സമ്പത്തും സ്വത്തും ഒന്നുമല്ല വേണ്ടത്, എനിക്ക് സ്നേഹമാണ് വേണ്ടത്. ഈ കാണുന്ന ഈ സ്വത്തിനേക്കാളൊക്കെ
ഞാൻ ഒരുപാട് വിലമതിക്കുന്ന ഒന്നുണ്ട്, എൻ്റെ മകൾ സത്യ. എൻ്റെ മകൾ സത്യയ്ക്കപ്പുറം എനിക്ക് ഒന്നും വേണ്ട. എൻ്റെ മകൾ സത്യയ്ക്കാണ് സത്യാമ്മ വിലയിട്ടത്. സത്യാമ്മ എത്രയാണ് വിലയിട്ടത്? 5 കോടിയോ 10 കോടിയോ എത്രയാണ്? സ്വർണ്ണഗോപുരം പോലെ ഒരു വീട് തന്നാലും എന്തൊക്കെ എനിക്ക് തന്നാലും എൻ്റെ സത്യമോൾക്ക് പകരമാകില്ല. നൊന്ത് പ്രസവിച്ച ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ആർക്കും പണത്തിന് വേണ്ടി വിൽക്കാനാകില്ല. അങ്ങനെ വിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. അവർക്ക് വേറെ എന്തെങ്കിലും പേരിട്ട് വേണം വിളിക്കാൻ. അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ദൈവം വെറുതെ വിടില്ല. ദൈവവും അവർക്കൊരു പേരിടും എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ശാലിനി പറയുവാണ്. ശാലിനി ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു ഉഡായിപ്പ് സത്യഭാമ അവിടെ നടത്തിയിട്ടുണ്ടല്ലോ എന്ന് പെട്ടെന്ന് വിഷ്ണുവിനും രാഘവേട്ടനും മനസ്സിലായി. രാഘവേട്ടൻ എന്തുവാണ് ഈ ഭാമ ഒപ്പിച്ച് വെച്ചതിനിടയ്ക്ക് എന്തോ നടന്നിട്ടുണ്ടല്ലോ, ഭാമേ എന്തുവാ ഇതൊക്കെ എന്നിങ്ങനെ രാഘവേട്ടൻ ചോദിക്കുവാണ്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, സത്യാമ്മ ഒരിക്കലും എൻ്റെ മകൾ സത്യ അംഗീകരിക്കില്ല. ഞാനിവിടെ സത്യാമ്മയുടെ മരുമകളായി ഇവിടെ വരുമ്പോൾ സത്യ എന്നോടൊപ്പം ഉണ്ടാകാൻ പാടില്ലെന്നാണ് സത്യാമ്മ പറയുന്നത്. അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്ണു എന്ന് കേട്ട് പെട്ടെന്നങ്ങ് ഞെട്ടുവാണ്. ഇത്രയും നേരം ശാലിനി സങ്കടം കടിച്ചു പിടിച്ച് നിന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായോ? ഇതിനിടയ്ക്ക് എൻ്റെ അമ്മ ഇത്രയും ഒരു കുനിഷ്ഠ ബുദ്ധി ഒപ്പിച്ച് വെച്ചോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ്. ഇത് കണ്ടിട്ട് ശാരദാമ്മയ്ക്ക് അങ്ങ് സങ്കടവും ദേഷ്യവും വന്നിട്ട് പറയുക, സത്യാമ്മേ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. സത്യാമ്മയുടെ ഈ മാറ്റം കണ്ടിട്ട് എൻ്റെ മകളോട് ഇത്രയധികം സ്നേഹം സത്യാമ്മയ്ക്കുണ്ടല്ലോ. ഇത്രയധികം അവളെ സ്നേഹിക്കുന്നത് കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു പോയി. പക്ഷേ ഇങ്ങനെ സ്നേഹം അഭിനയിച്ച് ഇങ്ങനെ വഞ്ചിക്കാനാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് വളരെ തെറ്റായിപ്പോയി സത്യാമ്മ. അവൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിട്ട് മാത്രം വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? സത്യാമ്മയ്ക്ക് സത്യാമ്മയുടെ മകൻ്റെ സന്തോഷമല്ലേ വലുത്. അതുപോലെ തന്നെയല്ലേ ശാലിനിക്കും സത്യമോള്. എങ്ങനെ സത്യാമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ തോന്നി? ഞങ്ങളാരും ഇങ്ങനെ മക്കളെ വിറ്റിട്ട് ആ പണം കൊണ്ട് ജീവിക്കുന്നവരല്ല. ഞങ്ങൾ അത്ര മോശപ്പെട്ടവരല്ല സത്യാമ്മ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ശാരദാമ്മ പറയുവാണ്. വിഷ്ണു, നീ ഇങ്ങനെ മൗനമായിട്ട് നിൽക്കുന്നത് സത്യാമ്മയുടെ ഈ അഭിപ്രായത്തോടെ മോനെ നീ യോജിക്കുന്നുണ്ടെന്നാണോ ഞങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പം വിഷ്ണു അങ്ങ് വല്ലാതെ പകച്ചു നിൽക്കുവാണ്. പെട്ടെന്ന് വിഷ്ണു വന്നിട്ട് ചോദിക്കുന്നു, അമ്മ എന്തൊക്കെയാമ്മ കാണിച്ചു വെച്ചത്? അമ്മ ഇതിങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചോണ്ട് എന്തിനാമ്മ ഈ ചടങ്ങുകൾ ഇങ്ങനെ നടത്തിയത്? വീണ്ടും എന്നെ നാണിപ്പിക്കാനായിരുന്നു അമ്മേ എന്നും പറഞ്ഞ് വിഷ്ണു സങ്കടപ്പെട്ട് പുറത്തോട്ടങ്ങ് ഇറങ്ങുവാണ്. ഈ സമയത്ത് സത്യയും പപ്പി ഇതൊന്നും സംഭവം അറിയുന്നില്ല. അവർ മുകളിൽ നിന്ന് കളിക്കുമായിരുന്നു. അവർ പറയുന്നുണ്ട്, അയ്യോ അവിടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു കാണും സത്യേ, നമുക്ക് പോയി നോക്കാം മാന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങോട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അയ്യോ കേക്കൊക്കെ കട്ട് ചെയ്തോ നിങ്ങൾ എന്നും പറഞ്ഞിട്ട് സത്യം നോക്കുമ്പോൾ ശാലിനി കരഞ്ഞതായിട്ട് മുഖം കാണുന്നു. അവിടെ എന്തോ ഒരു നല്ല അന്തരീക്ഷമല്ലെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ സത്യ ചോദിക്കുന്നു, അമ്മ എന്താ വിഷമിച്ച് നിൽക്കുന്നത്? അമ്മ കരഞ്ഞോ? അമ്മ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പം ശാലിനിക്ക് സങ്കടം സഹിക്കാനാകാതെ രണ്ടുപേരെയും പപ്പിയെയും സത്യയും കെട്ടിപ്പിടിച്ച് അങ്ങ് മാറി മാറി ഉമ്മ കൊടുത്തോണ്ട് അങ്ങ് കരയുവാണ് ശാലിനി. കാരണം അവൾ നൊന്ത് പ്രസവിച്ച 2 പൊന്നുമക്കളല്ലേ അവർ. ആ രംഗം കാണുമ്പോൾ തന്നെ നമുക്കും സങ്കടം തോന്നുന്നുണ്ട്. സത്യങ്ങളെല്ലാം തുറന്നു പറയണോ, എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ശ്യാമയിൽ നിന്ന് വിഷമിക്കുവാണ്. ശാരദാമ്മ പറയുവാണ്, മോളെ നീ വിഷമിക്കേണ്ട, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്, മോൾ വിഷമിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ മനസ്സിൽ പറയുന്നു, എൻ്റെ കുഞ്ഞേച്ചിയുടെ ഒരു കുഞ്ഞിനെ എനിക്ക് തന്ന് കുഞ്ഞേച്ചി സങ്കടത്തിൽ കഴിയുന്നു. ഇനിയും എൻ്റെ സത്യമോളെയും എൻ്റെ കുഞ്ഞേച്ചിയിൽ നിന്നും പിരിച്ചാൽ ആ ശാപവും കൂടെ എൻ്റെ തലയിൽ വീഴും. എൻ്റെ കുഞ്ഞേച്ചിയുടെ സന്തോഷത്തിനപ്പുറം എനിക്ക് ഒന്നുമില്ല എന്നും പറഞ്ഞ് ശ്യാമ ഇങ്ങനെ മനസ്സിൽ പറയുവാണ്. കുഞ്ഞേച്ചിയുടെ തീരുമാനം തന്നെയാണ് നല്ലത്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഇങ്ങനെ കരയുന്നുണ്ട്. നമ്മുടെ സത്യാമ്മയ്ക്ക് ഒരു ഭാവമാറ്റവും ഇല്ല, ഒരു കുലുക്കവും ഇല്ല. പഴയ സത്യമാമ്മ പോലെ സത്യാമ്മ ഇങ്ങനെ നിൽക്കുവാണ്. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും സത്യാമ്മയ്ക്ക് പിന്നെ ഒരു മനംമാറ്റമില്ല. പഴയതുപോലെ മുഖമൊക്കെ അതേ ക്രൂരതയിൽ തന്നെ നിൽക്കുവാണ്. സത്യാമ്മയുടെ അടുത്ത് വന്നിട്ട് ശാലിനി സത്യാമ്മേ എന്ന് വിളിച്ചിട്ട് സത്യാമ്മയുടെ അടുത്ത് വന്നിട്ട് ശാലിനി വീണ്ടും സത്യാമ്മേ എന്ന് വിളിക്കുവാണ്. വിളിക്കുമ്പോൾ സത്യാമ്മ ഇങ്ങനെ ദേഷിച്ച് നോക്കുന്നു. എന്തോ ഒരു കാര്യം ശാലിനി സത്യാമ്മയോട് പറയാനാണ് വന്നിരിക്കുന്നത്. എന്താണെന്നത് പറയുന്നില്ല. അടുത്ത വീഡിയോയിൽ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.